إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وعلى آله وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തക്കികളായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു.
അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം എല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനിലേക്ക്, ആത്മീയതയുടെ വസന്തകാലമായ പരിശുദ്ധ റമദാനിലേക്ക്, മണ്ണും വിണ്ണും പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മിഴി തുറക്കുന്ന മനോഹരമായ അമ്പിളിക്കലയുടെ വെള്ളി വെളിച്ചത്തെ വരവേൽക്കുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് നാം എല്ലാവരും, ലോകം മുഴുവനും. അനുഗ്രഹദാതാവായ അള്ളാഹുവിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കുവാനും ആ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്ത അള്ളാഹുവിന് നമ്മെ സമ്പൂർണമായി സമർപ്പിക്കുവാനും നമുക്ക് ആവുന്ന നന്മകളും പുണ്യങ്ങളും മുഴുവനും ചെയ്തു മുന്നേറുവാനും അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അങ്ങേയറ്റം നന്ദിയുള്ളവനായി ജീവിക്കുവാനും പ്രതിഫലങ്ങളാൽ ധന്യമാക്കപ്പെട്ട വ്യത്യസ്ത സമയങ്ങൾക്കും സന്ദർഭങ്ങൾക്കും ദിവസങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകമായി ഒരുക്കി നിശ്ചയിച്ച് തന്നിട്ടുണ്ട് എന്ന് അള്ളാഹു നമ്മളെ ഉണർത്തുകയാണ്. മനോഹരവും വിലപ്പെട്ടതും വിലമതിക്കാനാവാത്തതുമായ ദിവസങ്ങളാണ് നമുക്ക് ഇനി വരാനുള്ളത്, നമ്മുടെ മുന്നിലുള്ളത്. പിശാചിനെ കെട്ടിയിട്ട് നരകം കൊട്ടിയടച്ച് സ്വർഗവാതിലുകൾ മലർക്കെ തുറന്നു വെച്ച് അള്ളാഹു എല്ലാവർക്കും വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്, ഒരു മാസമാണ്. ആത്മീയതയുടെ വസന്തകാലമായ റമദാനിലേക്ക് മിഴി തുറക്കുന്ന മനോഹരമായ ഒരു കവാടത്തിനരികിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. റമദാനിൻ്റെ വെള്ളി വെളിച്ചം ഏറ്റുവാങ്ങുവാൻ നമ്മളെ പാകപ്പെടുത്തുന്ന അസുലഭ സന്ദർഭങ്ങളുടെ അനിർവചനീയമായ ഉൾപ്പുളകങ്ങളുടെ ഒരു തുടക്കമാണിത്. നമ്മുടെ ആത്മാവാകുന്ന തോട്ടത്തിൽ റമദാൻ എന്ന വസന്തം പൂത്ത് ഉലയണമെങ്കിൽ മുന്നൊരുക്കത്തിൻ്റെ ഈ സന്ദർഭത്തിൽ അനാവശ്യമായ ചിന്തകൾ, പ്രവർത്തനങ്ങൾ എന്നിവയെ ചെത്തി മിനുക്കി സുന്ദരമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ഈ ഒരുമിച്ച് കൂടലിൻ്റെ ഉദ്ദേശം. അനാവശ്യമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വെട്ടി ഒതുക്കേണ്ടതാണെങ്കിൽ വെട്ടി ഒതുക്കുക. ഇനി അത് വെട്ടിക്കളഞ്ഞ് ശുദ്ധീകരിക്കേണ്ടത് ആണെങ്കിൽ അതെല്ലാം വെട്ടിക്കളഞ്ഞ് മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിച്ച് പാകപ്പെടുത്തേണ്ട ആവശ്യകത ഉത്ബോധിപ്പിക്കുവാൻ കൂടിയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ, നമ്മുടെ ഈ അഹ്ലൻ റമദാൻ. വരാനിരിക്കുന്ന പരിശുദ്ധ റമദാൻ എന്ന വസന്തത്തിന്റെ സുഗന്ധം ഓരോ സ്പന്ദനത്തിലും ഉണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആത്മവിശുദ്ധിയും പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും വിശുദ്ധ മാസമാണ് റമദാൻ. റമദാനിനെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ മനസ്സും ശരീരവും തയ്യാറാക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ, ഒരിക്കൽ കൂടി പറയുന്നു, ഈ സന്ദർഭങ്ങൾ നാം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും പരിശുദ്ധ റസൂലിൻ്റെയും കോപത്തിന് നാം പാത്രീഭൂതരായി തീരുകയും ചെയ്യും. എല്ലാവർക്കും അഹ്ലൻ റമദാനിലേക്ക് സ്വാഗതം. നാം ഓതി വെച്ച ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്. ആ ആയത്തിന്റെ അർത്ഥ ഇപ്രകാരമാണ്: ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ടായിരുന്നു, റമദാനിനാണോ
ഫളില് പ്രത്യേകത, അതല്ലെങ്കിൽ ഖുർആനിനാണോ പ്രത്യേകത എന്ന്? പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷം ആളുകളും റമദാൻ പ്രത്യേകമാക്കപ്പെട്ടത്, പരിശുദ്ധമാക്കപ്പെട്ടത് വിശുദ്ധ ഖുർആനാകുന്ന അള്ളാഹുവിന്റെ കലാം അവതരിച്ച ഒരു മാസം എന്ന നിലക്കാണ് റമദാൻ പ്രത്യേകമാക്കപ്പെട്ടത്. അപ്പൊ വിശുദ്ധ റമദാനെ തിരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുവാനുള്ള ഒരു മാസമായിട്ടാണ് ഈ വിശുദ്ധ റമദാനെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ ഈ ലോകത്തേക്ക് വരുന്ന മുഴുവൻ മനുഷ്യരാശിക്കും അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളിൽ ആർ ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹാകലാമായ ഖുർആൻ നമ്മളിലേക്ക് അവതീർണമായി എന്നുള്ളത് കൊണ്ട്, വിശുദ്ധമായ ഈ മാസത്തിൽ, റമദാൻ മാസത്തിൽ അത് അവതീർണമായി എന്നുള്ളത് കൊണ്ട് മനുഷ്യരായ നാം അള്ളാഹു ചെയ്തു തന്നിരിക്കുന്ന ഈ മഹത്തായ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ, നന്ദി സൂചിപ്പിക്കുവാൻ, നന്ദി പ്രകടിപ്പിക്കുവാൻ ആ മാസത്തിൽ ഹാജറുള്ളവർ വ്രതം അനുഷ്ഠിക്കണം. ഇനി ഇളവുകളുള്ളവർ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ പകരം അത്രയും എണ്ണം നോമ്പ് നോറ്റ് വീടേണ്ടതാണ്. ഇനി ഒരു കാര്യം കൂടി അള്ളാഹു അവിടെ എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാക്കുവാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. നോമ്പ് എന്ന് കേൾക്കുമ്പോൾ 3 വിഭാഗം ആളുകളെ കുറിച്ചാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ പഠിക്കാം. ആരൊക്കെയാണ് ആ 3 വിഭാഗം? അതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ എല്ലാവരും ഉൾപ്പെടും. അതിലേത് വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടുന്നത് എന്നെല്ലാം നമുക്ക് വഴിയെ പഠിക്കാം. പക്ഷേ അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് എളുപ്പം, ആശ്വാസമാണ് റമദാനിലെ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞെരുക്കമല്ല. ഇനി നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടിയത്രേ ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത്. അതാണ് ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. ഇനി റമദാനിന്റെ അമ്പിളിക്കല ആകാശത്ത് കാണുന്ന ആ സന്ദർഭത്തിൽ ആകാശത്ത് നിന്ന് വിളിച്ചു പറയും. ഒന്നാം റമദാന്റെ ആ രാവിലെ ആകാശത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന അവ്വലു ലൈലത്തി മിൻ ശഹ്രി റമദാൻ, റമദാൻ മാസത്തിലെ ആദ്യത്തെ നോമ്പിന്റെ ആ രാത്രിയിൽ, അതായത് നാളെയാണ് നോമ്പെങ്കിൽ ഇന്ന് രാത്രിയിൽ ആകാശത്ത് നിന്ന് വിളിച്ചു പറയും. എന്തെന്ന്? അവിടെ ചില കാര്യങ്ങൾ നടക്കും, അതിനുശേഷമാണ് വിളിച്ചു പറയുന്നത്. സുഫിദത്തു ശയാത്തീൻ, പിശാചുക്കളെ മുഴുവനും അവിടെ അള്ളാഹു ബന്ധിക്കും. വമറദത്തുൽ ജിന്ന്, ഭയങ്കര അക്രമകാരികളായ ജിന്നുകളെയും പിശാചുക്കളെയും എല്ലാം അള്ളാഹു ബന്ധിക്കും. എന്നിട്ടോ അബ്വാബുന്നാർ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കും, ബന്ധിക്കും. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, ഈ റമദാന്റെ 1-ാം തീയതി മുതൽ റമദാൻ തീരുന്ന അന്ന് വരെ ഈ നരകത്തിന്റെ വാതിലുകൾ തുറക്കുന്നതല്ല. പിന്നെയോ സന്തോഷ വാർത്തയായിട്ട് പറയാണ്, വഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നിടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, സ്വർഗത്തിന്റെയും വാതിലുകൾ ഒന്നും പിന്നെ അടക്കുകയില്ല. ഇനിയാണ് വിളിച്ചു പറയുന്നത്. വയുനാദി മുനാദ്, വിളിച്ചു പറയുന്ന ഒരാളിങ്ങനെ വിളിച്ചു പറയും. എന്തെന്ന്? യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, യാ ബാഗിയൽ ശർ അക്സിർ എന്നിങ്ങനെ ആകാശത്തുനിന്ന് വിളിച്ചു പറയും. എന്താണ്? നന്മയിലേക്ക് മുൻകടന്നു വരിക, നന്മ ചെയ്യുവാൻ ആഗ്രഹമുള്ള ആളുകൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, അക്ബിൽ, നിങ്ങൾ മുൻകടന്നു വരിക. ഇനി യാ ബാഗിയ ശർ, തിന്മ ചെയ്യുവാനായി മനസ്സിലും ശരീരത്തിലും ചുറ്റുപാടുകളിലുമെല്ലാം തിന്മകൾ മാത്രം ചെയ്യുന്ന ആളുകളോട് പറയുകയാണ്, അക്സിർ, നിങ്ങൾ പിറകോട്ട് പോവുക, മുന്നോട്ട് കടന്നു വരേണ്ടത് നന്മ ചെയ്യുന്നവരാണ്, തിന്മ ചെയ്യുന്നവർ പുറകോട്ട് പോകുക എന്ന് ആകാശത്ത് നിന്ന് വിളിച്ചു പറയും. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, കാരണം എല്ലാ ദിവസവും രാത്രി, റമദാനിന്റെ എല്ലാ രാത്രികളിലും അള്ളാഹു കുറെ ആളുകളെ നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കും.
വദാലിക കുല്ലു ലൈല, എല്ലാ ദിവസവും ഈ പ്രക്രിയ ഉണ്ടാകും. റമദാനിന്റെ 1-ാം തീയതി മുതൽ റമദാൻ അവസാനിക്കുന്ന ദിവസം വരെ ആകാശത്തിന്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇങ്ങനെ വിളിച്ചു പറയും, നന്മകളിൽ മുൻകടക്കുന്നവരെ, നന്മകൾ ചെയ്യുന്നവരെ മുൻകടക്കുക, തിന്മ ചെയ്യുന്നവരെ നിങ്ങൾ പുറകോട്ട് മാറുക. അത് മാത്രമല്ല, എല്ലാ ദിവസവും അള്ളാഹു ഓരോ ആളുകളുടെയും പ്രവർത്തനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും ചെയ്യും. തിർമിദി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. രണ്ടാമതായിട്ട്, ഇത് ഒന്നാമത്തെ കാര്യം, ആകാശത്ത് നിന്ന് വിളിച്ചു പറയാണ്. രണ്ടാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു, റമദാനിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതാക്കും റമദാൻ, നിങ്ങൾക്കിതാ റമദാൻ കടന്നു വന്നിരിക്കുന്നു. എന്താണ് ആ റമദാനിന്റെ പ്രത്യേകത? ഷഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ ഒരു മാസമാകുന്നു അത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മദീനയിൽ ഉണ്ടായിരുന്ന സഹാബികളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അതാക്കും ഷഹറുൻ, അതാക്കും റമദാൻ, ഇതാ നിങ്ങൾക്ക് റമദാൻ എത്തിയിരിക്കുന്നു. ഷഹറുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായൊരു മാസം. ഇത് ലോക അവസാനം വരെയുള്ള എല്ലാ ആളുകളോടും കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞത്. എന്നിട്ടോ ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ, ആ റമദാനിന്റെ പകലുകളിൽ അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫത്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടും. വത്തഗല്ലഖു ഫീഹി അബ്വാബൽ ജഹീം, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കും. വതഗുല്ലു ഫീഹി മറദത്തുശ് ശയാത്തീൻ, അങ്ങേറ്റം അക്രമികളായ അക്രമവാസനയുള്ള എല്ലാ ശൈത്താന്മാരെയും അല്ലാഹു ചങ്ങലകളിൽ ബന്ധിക്കും. ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യം ലഭിക്കുന്ന ഒരു ദിവസം ആ മാസത്തിലുണ്ട്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, ആ മാസം വന്നിട്ട് ആ മാസത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ പോകുന്നവനേക്കാൾ വലിയൊരു ദൗർഭാഗ്യവാൻ ഈ ലോകത്തില്ല എന്ന് പറഞ്ഞാൽ, റമദാൻ വന്നു, റമദാനിൽ അള്ളാഹു പുറത്തു കൊടുക്കാത്ത ആളുകളെ പിന്നെ ലോകത്ത് ആവശ്യമില്ലാത്ത രൂപത്തിൽ അത്രയും അധമന്മാരായ ആളുകളായിരിക്കും അള്ളാഹുവിന്റെ പൊറുക്കൽ കിട്ടാത്ത ആളുകൾ. ഒരു റമദാൻ മാസം വരികയും ആ റമദാനിൽ അള്ളാഹുവിന്റെ പൊറുക്കല് മാപ്പ് കിട്ടാത്ത ആളുകൾ, അവരായിരിക്കും ഈ ലോകത്തെ ഏറ്റവും അധമന്മാര് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറഞ്ഞു. അതോടൊപ്പം റസൂൽ പറഞ്ഞു, എല്ലാ ദിവസവും അസ്സലാത്തു ഇല സ്വലാത്ത്, ഓരോ നമസ്കാരവും അടുത്തൊരു നമസ്കാരം കഴിയുന്നതോടുകൂടി അവരുടെ ചെറിയ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും. വൽ ജുമഅത്തു ഇലാ ജുമഅ, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെയുള്ള ഒരു ആഴ്ചയിലെ പാപങ്ങൾ, ചെറിയ ചെറിയ പാപങ്ങൾ, ആ നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. വറമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ മറ്റൊരു റമളാൻ വരെ ചെറിയ ചെറിയ പാപങ്ങൾ കൃത്യമായി നോമ്പനുഷ്ഠിക്കുകയും ജീവിതത്തിൽ സൽക്കർമ്മങ്ങളും സത്യവിശ്വാസവും പുലർത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ഇനി നമ്മൾ പറഞ്ഞല്ലോ, വിശുദ്ധ റമദാനെ വരവേൽക്കുന്നത് 3 വിഭാഗത്തിലുള്ള ആളുകളാണ്. ഈ 3 വിഭാഗം നമ്മുടെ ചുറ്റിനും നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും പരിചയമുള്ള ആൾക്കാരാണ്. നമ്മളല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിൽ റമദാൻ അല്ലാത്തപ്പോഴും സൽക്കർമ്മങ്ങളിൽ കൃത്യനിഷ്ഠയുള്ളവരാണ്. ഒരു റമദാൻ ആവട്ടെ അല്ലാതിരിക്കട്ടെ, കൃത്യമായി സൽക്കർമ്മങ്ങളിൽ കൃത്യനിഷ്ഠയുള്ളവരാണ്. നമസ്കാരങ്ങളിലാവട്ടെ, സക്കാത്ത് ആവട്ടെ, പിന്നെ സദക്കകളിലാവട്ടെ, ഇസ്ലാമിൽ എന്തെല്ലാം നന്മകളുണ്ടോ അതിലെല്ലാം അവർ കൃത്യനിഷ്ഠയുള്ളവരാണ്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മതയോടെ ജീവിതം നയിക്കുകയും റമദാനെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് സൽക്കർമ്മങ്ങൾക്ക് മാറ്റുകൂട്ടുകയും റമദാൻ കഴിയുമ്പോൾ സ്നേഹസമ്പന്നനായ ഒരു അതിഥി പോകുന്നതിൽ സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ്. പണ്ഡിതന്മാർ പറയുന്നു, നമ്മുടെ പൂർവികരായ മഹത്തുക്കളായ ആളുകളെല്ലാം വർഷത്തിലെ 6 മാസം, റമദാന് മുമ്പുള്ള ഒരു 6 മാസം, അള്ളാഹുവെ റമദാനിലേക്ക് ഞങ്ങളുടെ
ജീവനെ നീ എത്തിച്ചേരാൻ, ഞങ്ങൾക്ക് റമദാൻ സ്വീകരിക്കുവാൻ നീ റഹ്മത്ത് നൽകണമേ, ബർക്കത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. റമദാൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത 6 മാസം അവർ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ റുക്കൂഅകളും ഞങ്ങളുടെ സുജൂദുകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ സ്വതക്കകളും ഉംറയും എല്ലാം അള്ളാഹുവെ നീ സ്വീകരിക്കണമേ എന്ന് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാനസ്സലഫു യബ്ഖൂന 6 അശ്ഹുറിൻ ബഅദ റമദാൻ യസ്അലൂന അല്ലാഹൽ ഖബൂൽ. പൂർവികരായ ആളുകള് റമദാനിന് ശേഷം 6 മാസം അവര് കരയുമായിരുന്നു പ്രാർത്ഥനകളിൽ, ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണമേ തമ്പുരാനെ എന്ന്. കാരണം അള്ളാഹു പറഞ്ഞ എന്താണ്? മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടെയും അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അള്ളാഹു വിട്ടുപൊറുക്കും. ഓരോ റമദാൻ വരുമ്പോഴും സത്യവിശ്വാസികള് ഈ റമദാനിൽ എൻ്റെ മുഴുവൻ നോമ്പും എൻ്റെ സൽക്കർമ്മങ്ങളും അള്ളാഹുവെ നീ സ്വീകരിക്കണമേ, അങ്ങനെ സ്വീകരിച്ച് എൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവനും പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമാണിത്. ആ പ്രാർത്ഥനയുടെ കൂടെ ഈ ഹദീസിന്റെ കൂടെ വേറെ ഇതേപോലൊരു ഹദീസ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തെന്നാണ്? മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അള്ളാഹുവിന് വേണ്ടി പരിശുദ്ധമായ റമദാനിന്റെ രാത്രികളിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ പാപങ്ങൾ, മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. മനുഷ്യരെന്ന നിലക്ക് സംഭവിച്ചു പോകാവുന്ന പാപങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയും തറാവീഹ് നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ മഹത്തായ വാഗ്ദാനമാണ്, മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടും. ഓരോ റമദാൻ വരുമ്പോഴും നമ്മൾ സന്തോഷിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, ദോഷങ്ങൾ, നെഗറ്റീവുകൾ, സ്ഖലിതങ്ങളെല്ലാം പുറത്തു തരുവാനായി അള്ളാഹു നമ്മൾക്ക് വീണ്ടും ഹയാത്ത് നൽകിയിരിക്കുന്നു. ഈ ജീവിതത്തിൽ കഴിഞ്ഞു പോയിരിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും എല്ലാം പൊറുക്കുവാൻ ഇതാവതൊരു സന്ദർഭം അള്ളാഹു നൽകിയിരിക്കുന്നു. നാം നന്ദി ചെയ്യേണ്ടവരല്ലേ? അല്ലേ? അങ്ങനെ ഒരു റമദാനിന് ഒരാഴ്ചയുള്ള അടുത്ത വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് റമദാനാണ്. അള്ളാഹു നമുക്ക് ആയുസ് നീട്ടിത്തരുമാറാകട്ടെ. പൂർണ്ണമായി റമദാനിൽ നോമ്പനുഷ്ഠിക്കുവാനും നമസ്കരിക്കുവാനും സക്കാത്ത് കൊടുക്കുവാനും സദക്ക നൽകുവാനും അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടി റമദാനെ സ്വീകരിച്ച് ഏറ്റവും വിശിഷ്ടനായ ഒരു അതിഥിയെ പോലെ സൽക്കരിച്ചു വിടുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ആ ഒരു അതിഥി വരുന്ന സന്തോഷത്തോടെ, ആ അതിഥി പോകുമ്പോൾ വ്യസനത്തോടെ പോകുന്ന ഒന്നാമത്തെ വിഭാഗം. അടുത്തൊരു വിഭാഗമുണ്ട്. ജീവിതത്തിൽ റമദാൻ വരുന്നതും പോകുന്നതും അറിയാത്തവരും, റമദാനിനെ ബഹുമാനിക്കാതെ നന്മകളിലോ കർമ്മങ്ങളിലോ യാതൊരു മാറ്റവുമില്ലാത്തൊരു വിഭാഗം. റമദാൻ വരുന്നത് അറിഞ്ഞിട്ടില്ല, പോയതറിഞ്ഞിട്ടില്ല, എന്താണ് നടക്കുന്നത് ഒന്നും അറിയാത്തൊരു വിഭാഗമുണ്ട്. അള്ളാഹു അങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്. അവര് റമദാനിനെ ബഹുമാനിക്കുകയും കഴിവിന്റെ പരമാവധി എല്ലാ നിലക്കും ഉൾക്കൊണ്ടവരാണ്, ഹൃദയം കൊണ്ട് ഏറ്റെടുത്തവരാണത്, നന്മകളിലും കർമ്മങ്ങളിലും ഉത്സാഹിച്ചവരാണത്. നമുക്ക് കാണാൻ പറ്റും. റമദാൻ വരുമ്പോൾ ചില സമയങ്ങളിൽ ഫർദ് നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ പള്ളികളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവർ പോലും ജമാഅത്ത് നമസ്കാരത്തിൽ കൃത്യമായി എത്തുകയും ആ ഇമാമും മാമുമായിട്ടുള്ള നമസ്കാരത്തിൽ അതിലെ ദിക്റുകളും ഔറാദുകളെല്ലാം കൃത്യമായി നിർവഹിക്കുകയും ആ റമദാൻ മാസത്തിൽ വലിയൊരു ഉത്സാഹത്തോടെ കടന്നു വരുന്നവർ, നോമ്പ് അനുഷ്ഠിക്കുന്നവർ, അതേപോലെയുള്ള എല്ലാ സൽക്കർമ്മങ്ങളും റമദാനിൽ പ്രത്യേകമായ ഒരു ഊർജത്തോടുകൂടി, ഒരു ഉത്സാഹത്തോടുകൂടി, ഒരു സന്തോഷത്തോടുകൂടി, ഒരു ആഹ്ലാദത്തോടുകൂടി ചെയ്യുന്ന ഒരു ഭാഗം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഈ മൂന്ന് ഭാഗവും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സന്തോഷ വാർത്തയെ കുറിച്ചുള്ള ഹദീസ് പറഞ്ഞു, ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നതിനെ കുറിച്ചും പറഞ്ഞു. ഇനി നോമ്പിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയെ കുറിച്ചുള്ള വലിയൊരു ഹദീസാണ്. ഈ ഹദീസ് മുഴുവനും വായിച്ച് അതിന്റെ അർത്ഥം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ അർത്ഥം മാത്രം. ഇതൊരു സംഭവമാണ്. ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാ
എന്ന ഒരു സഹാബിയിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്. ബലി എന്ന പ്രദേശത്ത് നിന്ന് രണ്ടാളുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സലാം പറഞ്ഞു. അവർ രണ്ടുപേരും ഒന്നിച്ചു ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ബലി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് രണ്ടാളുകൾ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാം പറയുകയും അവർ അള്ളാഹുവിന്റെ റസൂലിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മുസ്ലിം ആവുകയും ചെയ്തു. അങ്ങനെ അതില് ഒരു വ്യക്തി തൻ്റെ സഹോദരനേക്കാൾ കൂടുതൽ ആക്റ്റീവ് ആയിരുന്നു. നമ്മൾ പറയാറില്ലേ, രണ്ടുപേരിൽ ഇയാളാണ് കൂടുതൽ ആക്റ്റീവ്, മറ്റാൾ ഒരു സാധാരണ നോർമൽ പേഴ്സൺ. ഈ രണ്ടാമത്തെ ആള് അതിലല്ലെങ്കിൽ ആദ്യത്തെ ആള് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്തു, യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു. ഈ ആക്റ്റീവായിരുന്ന വ്യക്തി യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു. അങ്ങനെ ആ ഷഹീദായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം യുദ്ധത്തിൽ മരണപ്പെട്ടു, അദ്ദേഹത്തെ കബറടക്കി. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ആള് ഒരു വർഷവും കഴിഞ്ഞിട്ടാണ് മരണപ്പെട്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ ആള് കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഇസ്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് വിശ്വാസിയായി വളരെയധികം ആക്റ്റീവ് ആയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, യുദ്ധത്തിൽ പങ്കെടുക്കുകയും യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. എന്നാൽ കൂടെയുള്ള ആളുകൾ അത് കഴിഞ്ഞ് പിന്നീട് ഒരു വർഷവും കൂടി കഴിഞ്ഞിട്ടാണ് മരണപ്പെട്ടത്. അങ്ങനെ ആ മരണപ്പെട്ട രണ്ടുപേരുടെയും കഥ അങ്ങനെ നിൽക്കുമ്പോൾ, കഥയല്ല സംഭവം അങ്ങനെ നിൽക്കുമ്പോൾ ത്വൽഹാ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിങ്ങനെ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. ത്വൽഹാ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസാണ്. ഞാനിങ്ങനെ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടപ്പോൾ നേരത്തെ സൂചിപ്പിച്ച രണ്ടുപേരെയും ഞാൻ സ്വപ്നം കണ്ടു. ആരൊക്കെയാണത്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടുപേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് വിശ്വാസിയാവുകയും ഊർജ്ജസ്വലനായി ആക്റ്റീവായി യുദ്ധത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ടു പോയി ഷഹീദായ ഒരു വ്യക്തി, പിന്നീട് ഒരു വർഷത്തിന് ശേഷം മരണപ്പെട്ട വ്യക്തി. ഇവർ രണ്ടുപേരെയും സ്വർഗത്തിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതിലൊരാള് പുറത്തേക്ക് വന്നുകൊണ്ട് അവസാനം മരിച്ച വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അനുമതി നൽകി. അപ്പൊ സ്വർഗത്തിലേക്ക് കയറാനായിട്ടാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. ഷഹീദൊന്നും അല്ലാതെ സാധാരണ കട്ടിലിൽ കിടന്ന് മരിച്ച ആ ഒരു സഹാബിയും അവര് രണ്ടുപേരും കൂടി സ്വർഗത്തിലേക്ക് വാതിക്കൽ നിന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് രണ്ടാമത്തെ വ്യക്തിക്ക് ഷഹീദായ വ്യക്തിക്കല്ല, രണ്ടാമത് സാധാരണ നിലയിൽ മരണപ്പെട്ട വ്യക്തിക്ക് ആദ്യമേ തന്നെ നിങ്ങൾ കടന്നു വരൂ, സ്വർഗത്തിലേക്ക് കടന്നു വരൂ എന്ന് പറഞ്ഞു. പിന്നീട് രണ്ടാമതാണ് ഷഹീദായ വ്യക്തിയെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയത്. ശേഷം ഞാൻ ഈ സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്നിട്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഇതിൽ അത്ഭുതപ്പെടുന്നത്? കാരണം ഷഹീദാണ് സ്വർഗത്തിൽ ആദ്യം പോകുന്നത് എന്നുള്ള നിങ്ങളുടെ ഒരു പ്രതീക്ഷക്ക് പകരം സാധാരണ രൂപത്തിൽ പിന്നീട് ഒരു വർഷവും കൂടി ജീവിക്കുകയും സാധാരണ നിലക്ക് മരണപ്പെട്ട ആള് സ്വർഗത്തിലേക്ക് പോയപ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതമുണ്ടായി. പക്ഷെ അതിലത്ര വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഷഹീദായ മനുഷ്യന് ശേഷം ഒരു വർഷം കൂടി ഈ സാധാരണക്കാരനായ മനുഷ്യൻ ജീവിച്ചു. അദ്ദേഹത്തിന് റമദാനിൽ പൂർണ്ണമായി നോമ്പെടുക്കുവാനും തറാവീഹ് നമസ്കരിക്കുവാനും മറ്റുള്ള സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും സദഖകളും ഒക്കെ ചെയ്യുവാൻ അവസരം ലഭിച്ചു. കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ഷഹീദ് എന്ന ഇത് തന്നെ സ്വർഗപ്രവേശനത്തിന് അർഹനാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ഷഹീദിനേക്കാളും കൂടുതൽ കൂലി ഒരു റമദാനിൽ കൂടുതൽ അദ്ദേഹത്തിന് ഷഹീദായതിനു ശേഷം മറ്റൊരു റമദാനിൽ കൂടി നോമ്പനുഷ്ഠിക്കുകയും തറാവീഹ് നമസ്കരിക്കുകയും സദക്കകളും ദാനധർമ്മങ്ങളും എല്ലാം അധികരിപ്പിക്കുകയും ചെയ്ത മനുഷ്യന് സ്വർഗത്തിൽ ആദ്യത്തെ ചാൻസ് കിട്ടി, സ്വർഗപ്രവേശനത്തിന് മുൻഗണന കിട്ടി. അപ്പോൾ ഓരോ റമദാനുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം സന്തോഷിക്കണം. കാരണം അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള മുൻഗണനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്, പ്രിവിലേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള നമ്മളെക്കാളും മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളെക്കാളും നമുക്ക് അള്ളാഹു മഹത്തായ അനുഗ്രഹം നൽകി ഓരോ റമദാനിലും നമ്മൾക്ക് അള്ളാഹു സ്വർഗത്തിലേക്ക് ഓരോ ചാൻസുകളും പ്രിവിലേജുകളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, അള്ളാഹു യുരീദു ബിക്കുമുൽ യുസ്റ,
അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല ഉദ്ദേശിക്കുന്നത്. ഓരോ റമദാൻ വരുമ്പോഴും സത്യവിശ്വാസികൾ എന്ന നിലക്ക് നാം സന്തോഷിക്കണം. എങ്ങനെ? നമ്മുടെ സ്വർഗ പ്രവേശനത്തിലേക്ക് അള്ളാഹു നമ്മളെ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരുപാട് റമദാനുകളിൽ നോമ്പനുഷ്ഠിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബാദികൾക്കും നമ്മുടെ ഇഷ്ടജനങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു ഒരുപാട് റമദാനുകളിൽ നോമ്പനുഷ്ഠിക്കുവാനും സദക്കകളും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്ന്, ആകാശത്ത് നിന്ന് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അക്ബിൽ, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ മുൻകടന്നു വരിക. യാ ബാഗിയ ശർ അക്സിർ, തിന്മ ചെയ്യുന്നവരെ നിങ്ങൾ പുറകോട്ട് മാറി നിൽക്കുക. നന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്മ ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ, തിന്മ ചെയ്യുന്നവർ നിങ്ങൾ മാറി നിൽക്കുക, വഴിമാറി കൊടുക്കുക എന്ന് പറയുന്ന ഒന്ന്. 2, നമ്മുടെ ഓരോ നമസ്കാരവും ഓരോ ഇതും നമ്മുടെ ജീവിതത്തിൽ ഓരോ റമദാനും നമ്മുടെ ജീവിതത്തില് അള്ളാഹു നമുക്ക് നൽകുന്ന ചാൻസുകളും പ്രിവിലേജുകളുമാണ്. അത് പരമാവധി ഉപയോഗിക്കുക. ഇനി അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഖുർആനും നോമ്പും പരലോകത്ത് നമുക്ക് ശുപാർശക്കാരായിട്ട് വരും. നാം അനുഷ്ഠിച്ച നോമ്പുകളും നാം ഓതിയ ഖുർആനും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട്ടുപോകുമ്പോൾ, നമുക്ക് ആരുമില്ലാതെ ഒറ്റക്ക് പോയി ഖബറിൽ കിടക്കുമ്പോൾ നമ്മൾ അടുത്തേക്ക് വന്നിട്ട് ഈ നോമ്പും ഈ ഖുർആനും നമുക്ക് വേണ്ടി ശുപാർശ നൽകും. യഖൂലു സിയാം, നോമ്പ് പറയും, അള്ളാന്റെ അടുത്ത് പറയും, റബ്ബ്, പടച്ചവനെ, ഇന്നീ മനഅതുഹു ത്വആമ വശഹവാത്ത്, പടച്ചവനെ, നോമ്പാകുന്ന ഞാൻ ഈ മനുഷ്യന് ഭക്ഷണപാനീയങ്ങളും അവന്റെ ഇച്ഛകളെയും അല്ലെങ്കിൽ അവന്റെ നൈസർഗികമായ വാസനകളെയും എല്ലാം ഞാൻ തടഞ്ഞു. റമദാനിന്റെ പകലുകളിൽ അവന്റെ ഭക്ഷണപാനീയങ്ങളും അവന്റെ നൈസർഗികമായ ആവശ്യങ്ങളും മുഴുവനും ഞാൻ തടഞ്ഞു. അതുകൊണ്ട് പടച്ചവനെ, അവനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് നോമ്പ് വന്ന് നമുക്ക് ശുപാർശ ചെയ്യും. ഇവിടെ നമ്മള് മന്ത്രിമാരുടെ ശുപാർശ വേണം. നമ്മൾ അമേരിക്കയിൽ പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ആരുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നമ്മളോട് പറയണം, വരൂ, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതിനേക്കാൾ എത്രയോ ഉപമിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സന്തോഷമാണ് നാളെ മഹ്ശറയിൽ വന്നിട്ട് നാം അനുഷ്ഠിച്ച നോമ്പ് നമുക്ക് വേണ്ടി പറയണം. ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അന്നപാനീയങ്ങൾ നൈസർഗികമായ കാര്യങ്ങൾ മുഴുവനും എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചു. അതുകൊണ്ട് അള്ളാഹുവെ, നീ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേയും സ്വർഗം നൽകണേയും ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെയോ വയഖൂലുൽ ഖുർആൻ, ഖുർആനും ശുപാർശ ചെയ്യും, റബ്ബി, പടച്ചവനെ, മനഅതുഹു നൗം ബില്ലൈൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ, തണുപ്പുള്ള രാത്രികളിൽ പുതപ്പിന്റെ അടിയിൽ സുഖസുഷുപ്തിയിൽ മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ മനുഷ്യൻ ഖുർആൻ പാരായണം ചെയ്തിരിക്കുകയായിരുന്നു. നിന്നെ കുറിച്ചോർത്ത്, നിന്റെ പ്രതിഫലത്തെ കുറിച്ചോർത്ത്, നിന്റെ ശിക്ഷയെ കുറിച്ചോർത്ത് രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന മറ്റുള്ള മനുഷ്യരെയെല്ലാം മറന്നുകൊണ്ട് ഈ മനുഷ്യന് എന്നെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ, ആ മഹദിക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനും വരും. അതില് ഇത് ചെയ്യാതെ നമുക്ക് വരുമോ? അപ്പൊ നോമ്പ് അനുഷ്ഠിക്കണം, ഖുർആൻ പാരായണം ചെയ്യണം. വിശുദ്ധ ഖുർആൻ ഈ മാസത്തിൽ അവതരിച്ചു എന്നുള്ളതാണ് റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ റമദാനിനെ ബഹുമാനിക്കുന്നവർ വിശുദ്ധ ഖുർആനിനെ ബഹുമാനിക്കണം, വിശുദ്ധ ഖുർആനിനെ ബഹുമാനിക്കുന്നവർ റമദാനിനെയും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി നമുക്ക് നാളെ കിട്ടാൻ പോകുന്ന മഹത്തായ ഒരു അനുഗ്രഹമാണ്. ഇവര് രണ്ടുപേരും വന്നിട്ട് അത് ചെയ്ത ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യും, ശുപാർശ ചെയ്യും. പടച്ചവനെ, ഇവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന് അവര് പ്രാർത്ഥിക്കും. ഇനി എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയെന്നറിയോ? അള്ളാഹു പറയാണ് സൂറത്ത് ബഖറയില്,
യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയത് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് മാത്രമായിട്ടല്ല, ഈ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ സമൂഹങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി ഈ നോമ്പ് നിർബന്ധമാക്കാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ്. അപ്പൊ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മത ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും അതിനെ കഴിവില്ലാത്ത ആളുകൾ നോമ്പ് അനുഷ്ഠിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നോമ്പ് അവന്റെ മറ്റുള്ള എല്ലാ ദുഷ്കർമ്മങ്ങളിൽ നിന്നും, ചിന്താഗതികളിൽ നിന്നും, പ്രവർത്തനങ്ങളിൽ നിന്നും, മലീമസമായ കാര്യങ്ങളിൽ നിന്നുമെല്ലാം തടയും. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവാൻ വേണ്ടിയാണ് ഖുർആൻ നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് സൂചിപ്പിക്കുന്നു. ഇനി എന്താണ് റമദാനിലൂടെ നാം നേടേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, തഖ്വയാണ് നമ്മൾ റമദാനിലൂടെ നേടേണ്ടത്. നോമ്പനുഷ്ഠിച്ചും നമസ്കാരങ്ങൾ നിർവഹിച്ചുമൊക്കെ നേടേണ്ടത് തഖ്വയാണ്. നോമ്പ് നിർബന്ധമാക്കിയതിലെ ഒരു യുക്തിയാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. പിന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, അവനെ ആരാധിക്കുക എന്നുള്ളതാണ് നോമ്പ് നിർബന്ധമാക്കിയതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇനി തഖ്വ എന്നത് നിഷിദ്ധങ്ങൾ ഉപേക്ഷിക്കുകയും കൽപ്പനകൾ പ്രാവർത്തികമാക്കുകയും ചെയ്യലാണ്. എന്താണ് നിഷിദ്ധങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നോമ്പ് ഉള്ള ആളുടെ ഒരു ക്വാളിറ്റിയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തുആമഹു വശറാബഹു. മോശമായ സംസാരങ്ങൾ, മോശമായ പ്രവർത്തികൾ, തർക്കങ്ങൾ, കുതർക്കങ്ങൾ, വിതർക്കങ്ങൾ, അക്രമങ്ങൾ, ഇതൊന്നും ഉപേക്ഷിച്ചില്ല എങ്കിൽ അങ്ങനെയുള്ളവർ നോമ്പ് പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത് വെറും പട്ടിണിയായി പോകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നോമ്പുകാരന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മളോട് ഒരാൾ വഴക്കിടാൻ വന്നാലും, നമ്മളൊരാള് ചീത്ത പറഞ്ഞാലും മിണ്ടാതിരിക്കുക, ഇനി സ്വായിമൻ എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് ഒഴിവാകുക. ചീത്ത പ്രവർത്തനങ്ങൾ, ചീത്ത ചിന്താഗതികൾ, ചീത്ത രീതികൾ, ഇതെല്ലാം ഒരാൾ നോമ്പിന്റെ ഒപ്പം കൂടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് വെറും പട്ടിണിയായി പോകും. അതുകൊണ്ട് ഏറ്റവും പുണ്യമായ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയ പ്യൂരിഫിക്കേഷനുള്ള നോമ്പ് എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി നോമ്പിന് ഒരുപാട് മഹത്വങ്ങൾ ഇവിടെ പറയപ്പെടും. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വളരെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അബൂ ഹുറൈറ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു പറയുന്നു, മനുഷ്യരെ എല്ലാ നന്മകൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ ഞാൻ പ്രതിഫലം കൊടുക്കും. അള്ളാഹു പറയാനേ, ഒരു മനുഷ്യൻ അള്ളാഹു നിശ്ചയിച്ച ഒരു അമല് പരിപൂർണമായി ചെയ്യണമെങ്കിൽ അവർക്ക് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം കൊടുക്കും. പക്ഷേ നോമ്പിന്റെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞത് ഇതിനേക്കാൾ അപ്പുറമാണ്. കാരണം എന്താണ്? വ അന അജ്സി ബിഹി, ഞാനാണ് നോമ്പിന്റെ പ്രതിഫലം കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബാക്കിയുള്ളതിനൊക്കെ വേറെ ആരെങ്കിലും ആണ് തരുന്നത്? അതല്ല, നോമ്പ് അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ പിടിക്കുന്നത്. മറ്റുള്ള അമലുകൾ പോലെ അതിന് 10 മുതൽ 700 വരെയല്ല, മറിച്ച് അവന്റെ ആ ജലാലിയത്ത്, അവന്റെ ആ മഹത്വത്തിനും അള്ളാഹുവിന്റെ കമാലിയത്തിന്, പരിപൂർണതയ്ക്കും എല്ലാം, അള്ളാഹുവിന്റെ ജലാലിയത്തിനും കമാലിയത്തിനും എല്ലാം പരിപൂർണമായ രൂപത്തിലുള്ള പ്രതിഫലമായിരിക്കും നോമ്പിന് ലഭിക്കുന്നത്. ഇനി നോമ്പുകാർക്ക് മാത്രമായിട്ട് സ്വർഗത്തിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോമ്പുകാരനെ മലക്കുകൾ മഹ്ശറയിൽ വെച്ച് വിളിക്കും. നോമ്പുള്ളവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുക, കടന്നു വരിക. റയ്യാൻ എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ള ഒരേ ഒരാളുകൾ നോമ്പ് പിടിച്ചവരാണ്. അപ്പൊ റയ്യാൻ എന്ന പ്രവേശനത്തിലേക്ക് ഗേറ്റ് പാസ് ലഭിക്കുന്ന ആളുകൾ നോമ്പുള്ളവർ മാത്രമായിരിക്കും. ആ റയ്യാനിലേക്ക് നോമ്പ് പിടിച്ചവർ കയറി കഴിഞ്ഞാൽ അത് പിന്നെ ക്ലോസ് ചെയ്യും. അപ്പൊ റയ്യാൻ എന്ന സ്വർഗത്തിലെ അതിവിശിഷ്ടമായ ഒരു സ്ഥലത്തേക്കുള്ള ഗേറ്റ് പാസ് കൂടിയാണ് നോമ്പ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറൊരു സ്ഥലത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ്,
അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം നോമ്പൊടിച്ചാല് 70 വർഷത്തിന്റെ വഴിദൂരം നരകത്തിൽ നിന്ന് ആ മനുഷ്യൻ അകറ്റപ്പെടും. അപ്പൊ 30 ദിവസം നമ്മൾ നിർബന്ധമായ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ 30 × 70 വർഷം എന്ന് ഞാൻ കൂട്ടിയിട്ട് അത്രയും വഴിദൂരത്തില് മനുഷ്യൻ നരകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു അൽ ജുന്ന, അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. പരിചയം എന്താണെന്ന് നമുക്കറിയാം. വെട്ടും കുത്തും ഒക്കെ തടുക്കുന്ന ഒരു സാധനമാണ് പരിച. അപ്പൊ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന മനുഷ്യർക്കുണ്ടാകുന്ന പ്രയാസങ്ങളും മറ്റുള്ളവരാളുകളുടെ അക്രമങ്ങളും അതേപോലെയുള്ള ഫിസിക്കലി അറ്റാക്കും മെന്റലി അറ്റാക്കും എല്ലാം നോമ്പ് എന്നുള്ള വിശിഷ്ടമായ സവിശേഷമായ ഗുണത്തിലൂടെ തടയപ്പെടും. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഇനി നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസം, ഈമാൻ ഉണ്ടാകണം. അള്ളാഹു പ്രതിഫലം നൽകുമെന്നുള്ള പ്രതിഫലത്തോടുകൂടി നോമ്പനുഷ്ഠിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ നോമ്പ് തുറക്കുന്നതോടൊപ്പം ആളുകൾക്ക് നരകവിമുക്തി നൽകുന്നത് എല്ലാ രാത്രിയും, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, റമദാനിന്റെ എല്ലാ രാത്രികളും എല്ലാ രാത്രികളിലും ഒരുപാട് ആളുകൾ അള്ളാഹു നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം ലഭിക്കുന്ന മഹാ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉള്ള ഒരു ഹദീസ് കൂടി പറയാണ്. റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമദാൻ സുമ്മൻ സലഹ ഖബല അൻ യുഗ്ഫറ ലഹു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു 3 വിഭാഗം ആളുകളിൽ. അതിലൊരു വിഭാഗത്തിന്റെ ഒരു എന്താ പറയാ, ഒരു വിഭാഗത്തിന്റെ ആ ഒരു സ്വഭാവമാണ് ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. എന്താണ്? ആർക്കെങ്കിലും റമദാൻ വന്നെത്തി എന്നിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാൻ അവനിൽ നിന്ന് നീങ്ങിപ്പോവുകയാണെങ്കിൽ അവൻ തുലയട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂല് ശപിച്ചു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അള്ളാഹുവിന്റെയും റസൂലിന്റെയും മലായിക്കത്തുകളുടെയും ശാപം ഏറ്റുവാങ്ങുന്ന ആ ഒരു വിഭാഗം റമദാൻ വന്നിട്ട് അത് ബഹുമാനിക്കാത്ത ആളുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അവൻ നശിച്ചു പോകട്ടെ എന്ന്. ഇത് പറഞ്ഞ സന്ദർഭം, അള്ളാഹുവിന്റെ റസൂൽ മദീന പള്ളിയുടെ മിമ്പറിലേക്ക് ഖുത്ബ നടത്തുവാൻ ആ ചവിട്ടുപടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആമീൻ ആമീൻ ആമീൻ. 3 പ്രാവശ്യം ഇങ്ങനെ ആമീൻ പറഞ്ഞു. ഈ ആമീൻ പറഞ്ഞ ഒരു സന്ദർഭം ഇതാണ്. ഏത്? ഒരു റമദാൻ വരികയും ആ റമദാനിൽ അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത്, പാപമോചനം ലഭിക്കാതെ, റമദാനെ ബഹുമാനിക്കാതെ, റമദാനിന്റെ കാരുണ്യമോ അല്ലെങ്കിൽ അതിന്റെ സന്തോഷമോ അതിന്റെ അനുഗ്രഹങ്ങളോ ഒന്നും ലഭിക്കാതെ പോയ മഹാദൗർഭാഗ്യവാൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ആമീൻ എന്ന് പറഞ്ഞു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി നമുക്കെല്ലാവർക്കും ഇപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ മനസ്സിലൊക്കെ ഒരു തോന്നലുണ്ടാവും. ഒരു 5 വയസ്സ് മുതൽ 6 വയസ്സ് മുതലൊക്കെ ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങിയവരാണ്. ഇപ്പോഴാണ് ഇനിയിപ്പോൾ ഇയാള് നോമ്പിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ ഭയങ്കര കാര്യമായിട്ട് പറയുന്നത് എന്ന് ചോദിക്കും. പക്ഷേ അൽ ഇൽമു ഖബലൽ അമല് എന്നുള്ളത് ലോകത്ത് ആവശ്യമായ ഒരു കാര്യമാണ്. നമ്മളൊരു പരീക്ഷയ്ക്ക് പാസ്സാകണമെങ്കിൽ ആ പരീക്ഷയുടെ വിഷയങ്ങളെ കുറിച്ച് ഏറ്റവും നന്നായി പഠിക്കണം. അതേപോലെ തന്നെ ഇസ്ലാമിലെ ഏത് അമലുകളും, എന്തിന് ഇസ്ലാമിനെ തന്നെ കുറിച്ചും കൃത്യമായി നമുക്ക് പഠിക്കണം. ആ പഠിച്ചതിന് ശേഷം മാത്രമേ അമലുകൾ ചെയ്യാൻ നമുക്ക് ശക്തിയും അതിനുള്ള തന്റെ ഇടവും അതിനുള്ള മാർഗവും അതിനുള്ള ധൈര്യവും അതിന്റെ പ്രവർത്തനത്തിന്റെ പൂർണ്ണതയും ലഭിക്കുകയുള്ളൂ. അൽ ഇൽമു ഖബലൽ അമൽ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വിഷയം റമദാൻ എന്നുള്ളതാണ്. റമദാനിൽ എങ്ങനെയാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്, എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്, അതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം, അതുകൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാം, ആ അനുഗ്രഹങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്തെല്ലാം, ഇതെല്ലാം നമ്മൾ ഓടിച്ച് നമ്മൾ കേട്ടു. ഇത് നമ്മൾ പഠിക്കണം. കാരണം അങ്ങനെ പഠിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ അമലുകൾ പരിപൂർണതയിലേക്ക് എത്തുകയുള്ളൂ. നമ്മൾ സാധാരണ കാണുന്ന പോലെ റമദാൻ വരുന്നു, അത്താഴം കഴിക്കുന്നു, ചിലവർ കഴിക്കുന്നില്ല, അത് നമ്മൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു നോമ്പ് വന്നു പോയി, ദേ വന്നു ദാ പോയി എന്നൊരു സ്ഥിതിയിലേക്ക് ആകരുത്. മറിച്ച് സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഇതിനു വേണ്ടി ഒരു പ്ലാനും വേണം, ഒരു പ്രിപ്പറേഷൻ വേണം. നമ്മുടെ പ്ലാനിനെ കുറിച്ചും പ്രിപ്പറേഷനെ കുറിച്ചും നമുക്ക് സംസാരിക്കാൻ അടുത്ത സ്ലൈഡുകൾ വരുന്നുണ്ട്. അതുകൊണ്ട്
നിങ്ങളോട് സ്നേഹപൂർവ്വം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു 5 വയസ്സ് മുതൽ 6 വയസ്സ് മുതൽ നോമ്പ് അനുഷ്ഠിക്കുന്ന ഞങ്ങളോടാണോ താങ്കൾ നോമ്പിനെ കുറിച്ച് പറയുന്നത് എന്നല്ല, മറിച്ച് അൽ ഇൽമു ഖബ്ലൽ അമൽ, ഏതൊരു പ്രവർത്തനത്തിന്റെയും മുമ്പ് അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചിരിക്കേണ്ടതെന്ന് ഒരു ഉപദേശിക്കുകയാണ്. ഇനി റമദാൻ എന്താണ് നമ്മുടെ പ്ലാൻ, നമ്മുടെ പ്രിപ്പറേഷൻ? നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കാണും, ഒരു പ്ലാനും ഉണ്ടാവില്ല. സാധാരണ വരുന്നു, റമദാൻ വരുന്നു, പോകുന്നു ഒക്കെയാണ്. അങ്ങനെ പോരാ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുന്ന പോലെ ആയിരിക്കണം റമദാനിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഈ വർഷത്തെ റമദാൻ 19-ാം തീയതി വന്ന് അടുത്ത 18-ലോ 19-ലോ അവസാനിക്കുമ്പോൾ ആ 19 ദിവസത്തെയും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്ലാൻ, എന്തൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ, റമദാനിന് വേണ്ടി നമ്മൾ മുന്നൊരുക്കം ഉണ്ടാവണം. സാധാരണ ഞാൻ ഉൾപ്പെടെയുള്ളതാണ്. ഉദാഹരണത്തിന് നോമ്പ് തുറക്കുന്ന കഴിഞ്ഞ ശേഷത്തിൽ നമ്മളെ വീട്ടിൽ വന്നിരുന്നിട്ട് 8 മണിക്കാണ് ഇഷാ ജമാഅത്ത് തുടങ്ങണമെങ്കിൽ എത്ര മണിക്ക് നമ്മൾ പള്ളിയിൽ എത്തണം? 7:55 എത്തണ്ടേ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? 7:55 നമ്മൾ പള്ളിയിൽ എത്തുക എന്നുള്ളതാണ് ആ നമസ്കാരത്തോടും നമ്മുടെ ഈമാനിനോടും ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ നമ്മൾ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. ഒന്നുകിൽ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ വാഹനത്തിൽ പോയി വണ്ടി പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും 2 റക്അത്ത് കഴിഞ്ഞിരിക്കും. പിന്നെ ഈ 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്കും തറാവീഹ് തുടങ്ങിയിരിക്കും. അപ്പോൾ ഇതൊരു പ്ലാൻ ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പമാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങളുടെയും നമ്മൾ പോകുന്ന പള്ളിയിൽ അവിടുത്തെ ആ ഒരു സമയം കാണിക്കുന്ന സ്ഥലത്ത് ഏത് നമസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്ന സമയവും ഇഖാമത്ത് കൊടുക്കുന്ന സമയമുണ്ട്. പല സ്ഥലങ്ങളിൽ 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ പോലും ഇപ്പൊ ബാങ്ക് വിളിക്കുന്ന സമയം മുതൽ 20-ന്റെയും 25 മിനിറ്റിന്റെയും ആ ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ജമാഅത്ത് നമസ്കാരങ്ങളിൽ കൃത്യമായി പങ്കെടുക്കണം. ഇപ്പോഴേ നമ്മൾ നെയ്യത്ത് ചെയ്യണം. അങ്ങനെ നെയ്യത്ത് പടച്ചവനെ നമ്മൾ നെയ്യത്തേണ്ടതാണ്. അള്ളാഹുവെ, വിശുദ്ധമായ റമദാൻ മാസത്തിലെ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്കും ജമാഅത്തായി നിർവഹിക്കുവാൻ, ഇമാമോടൊപ്പം നിർവഹിക്കുവാൻ എനിക്ക് നീ തൗഫീഖും ആഫിയത്ത് നൽകണേ അള്ളാഹു എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. എവിടെയാണെങ്കിലും അള്ളാഹു നമ്മൾ എത്തിക്കും. അതല്ല നമ്മൾ സാധാരണ പോലെ പോകാൻ വരുമ്പോൾ വരട്ടെ, നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇപ്പൊ നമസ്കാരത്തിന് പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു ഫോൺ വരുന്നത്. ആ ഫോൺ കഴിയുമ്പോഴേക്കും നമസ്കാരവും കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മളൊരു പ്രിപ്പയർ ചെയ്ത്, ഒരു പ്ലാൻ ചെയ്ത്, നമ്മളൊരു ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കൃത്യമായി ജമാഅത്ത് നമസ്കാരത്തിന്റെ സമയത്ത്, അതേപോലെ നോമ്പ് തുറക്കേണ്ട സമയത്ത് ഇതെല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. തറാവീഹിന് ഇന്ന സമയത്ത്, അതിനുശേഷം അത്താഴത്തിന് ഇന്ന സമയത്ത് ഉണരണം. അത്താഴ ശേഷം 50 ആയത്ത് ഓതാനുള്ള സമയം മാത്രമാണ് സുബഹിയിലേക്ക്. 50 ആയത്ത് ഓതാനായിട്ട് അങ്ങേയറ്റം 5 അല്ലെങ്കിൽ 10 മിനിറ്റിൽ താഴെ മതി. സൂറത്തുൽ കഹ്ഫ് ഏകദേശം 200-ൽ അധികം ആയത്തുകളുണ്ട്. അത് ഓതിത്തീരാനായിട്ട് 14 മിനിറ്റ് മതി. ഒരുവിധം സ്പീഡുള്ളവർ, തിരുവടി സ്പീഡുള്ളവർക്ക് 12 മിനിറ്റ് മതി. അപ്പൊ 50 ആയത്ത് ഓതാനായിട്ട് സൂറത്തുൽ മുൽക്ക് പോലെയുള്ള 5 അല്ലെങ്കിൽ 8 മിനിറ്റ് മതി. അപ്പൊ 110 ആയത്ത്, സോറി ഞാൻ ഈ ബക്കറയുടെ ഈ 110 ആയത്ത് ഓതാനായിട്ട് 12 അല്ലെങ്കിൽ 13 മിനിറ്റ് മതി. അപ്പൊ 50 ആയത്ത് ഓതാനുള്ള സമയം മതി അത്താഴം കഴിച്ചിട്ട് സുബഹി നിസ്കരിക്കാനായിട്ട്. അപ്പൊ അത് നമ്മൾ പ്ലാൻ ചെയ്യണം. അത്താഴത്തിന് ബാങ്ക് വിളിക്കുന്ന തൊട്ടും പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാരിച്ച് കുറച്ച് വെള്ളം കയ്യിലിരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ കുടിക്കണ്ടേ എന്നുള്ള രീതിയിൽ രണ്ടും കൽപ്പിച്ച് കണ്ണടച്ചൊക്കെ കുടിക്കേണ്ട ഒരവസ്ഥയൊക്കെ ഒഴിവാക്കണം. പ്ലാൻ ചെയ്യണം. ഞാൻ പറഞ്ഞു വരുന്നത് നമസ്കാരത്തിനാവട്ടെ, നോമ്പ് തുറക്കാവട്ടെ, അത്താഴത്തിനാവട്ടെ, മറ്റു കാര്യങ്ങൾക്കാവട്ടെ നമ്മളൊരു പ്ലാൻ നേരത്തെ തന്നെ ഉണ്ടാക്കണം. ഏതുപോലെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ റമദാന് വേണ്ടി നമ്മൾ റമദാൻ വരട്ടെ എന്നിട്ടാവാമെന്ന നിലക്കായി കഴിഞ്ഞാൽ പല പ്ലാനുകളും നമുക്ക് തെറ്റിപ്പോകും. ഇനി നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, റമദാനിന്റെ തുടക്കത്തിൽ തന്നെ ഈ വർഷത്തെ 30 നോമ്പും റമദാനിലെ മുഴുവൻ നോമ്പും അള്ളാഹു തആലയ്ക്ക് വേണ്ടി പിടിച്ചു വീട്ടാനുള്ള നെയ്യത്ത് നമ്മൾ വെക്കണം. എല്ലാ ദിവസവും നെയ്യത്ത് വെക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ചയുള്ള കാര്യമാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ നോമ്പിന് എന്ത് ചെയ്യുക, ഈ വർഷത്തെ മുഴുവൻ, ഈ റമദാനിലെ മുഴുവൻ നോമ്പും അള്ളാഹു തആലയ്ക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ നെയ്യത്ത് ചെയ്യുന്നു, നെയ്യത്ത് വെക്കാം. ഇനി രണ്ടാമത്തത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്താഴം വൈകി കഴിക്കണം. ചില ആളുകൾ 12 മണി വരെയൊക്കെ അവിടെയൊക്കെ നടന്ന് 12 മണിക്ക് അത്താഴം കഴിച്ചിട്ട് കയറി കിടക്കും.
ഒരു പക്ഷേ സുബൈക്ക് എഴുന്നേറ്റാൽ എഴുന്നേറ്റു, അല്ലെങ്കിൽ നേരം വിളിക്കുമ്പോൾ അത് പാടില്ല. അത്താഴം കഴിക്കണം. ഇന്ന സുഹൂരി ബർക്കത്തുൻ, ഇന്ന ഫി സുഹൂരി ബർക്കത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്. അത്താഴത്തിൽ ബർക്കത്തുണ്ട്. ഇനി മൂന്നാമത്തത് ഫർള് നമസ്കാരങ്ങൾ ജമാഅത്തായിട്ട് നിർവഹിക്കണം. നമ്മൾ ഓടി ചെല്ലുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചവർ നമ്മൾ വണ്ടി എടുത്ത് പാർക്ക് ചെയ്ത് വന്നപ്പോഴൊക്കെ ജമാഅത്ത് കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഈ റമദാനിലെങ്കിലും ഉണ്ടാകരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് സംഭവിക്കുന്നത്, നമ്മൾ സമയം നോക്കിയിട്ട് ഇനിയുണ്ട് 5 മിനിറ്റ് എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് ജമാഅത്ത് പോകുന്നു. നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആയി പോകരുത്. പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി ചെയ്യണം. ഇനി നാലാമത്തത്, എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഖുർആൻ വന്ന് പറയും, പടച്ചവനെ ഈ ആൾക്ക്, ഈ മഹദിക്ക് നീ പുറത്തു കൊടുക്കണമെന്ന്. അപ്പൊ ആ പൊറുക്കൽ കിട്ടുവാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യണം. അഞ്ചാമത്തത്, നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ കൃത്യമായി നിസ്കരിക്കണം. അപ്പൊ ജമാഅത്ത് നിസ്കാരത്തിന് മുമ്പ് നേരത്തെ എത്തിയാണെങ്കിൽ ആ റവാത്തിബ് സുന്നത്ത് നമസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റും. ഇനി നോമ്പ് തുറ വൈകിപ്പിക്കരുത്. ബാങ്ക് വിളിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ചുറ്റി കടന്ന് അവിടെ പോയി ഇവിടെ പോയി നോമ്പ് തുറ വൈകിപ്പിക്കരുത്. ബാങ്ക് വിളിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു 5-10 മിനിറ്റ് മുമ്പ് ഇരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ഉടനെ സ്വീകരിക്കപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 5-10 മിനിറ്റ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഇരുന്ന് ഒതുവൊക്കെ എടുത്ത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ നോമ്പ് തുറക്കുക. ഇനി തറാവീഹ് നിസ്കാരം മുടക്കരുത്. കാരണം നോമ്പ് പോലെ തന്നെ പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് തറാവീഹ് നമസ്കാരവും. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. നമുക്ക് മടിയുള്ള ഒരു വിഷയമാണ് ദാനധർമ്മങ്ങൾ. പണ്ട് നമ്മുടെ നാട്ടിൽ പറയുമായിരുന്നു, നേരത്തെ ഒരു ഹദീസിൽ പറഞ്ഞിരുന്നല്ലോ, റമദാൻ മാസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈത്താന്മാരെ പൂട്ടിയിടും, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കും, പിരിവുകാരെ തുറന്നു വിടുമെന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മൾ കാണാതെ നിൽക്കരുത്, ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇനി 9-മത്തത്, പള്ളിയിൽ ഈത്തിക്കാഫ് അവസാനത്തെ 10 പ്രത്യേകിച്ച് ഈത്തിക്കാഫ് ഇരിക്കാൻ സൗകര്യമുള്ളവരൊക്കെ ഇരിക്കണം. 10-മത്തത്, അറിയാതെ സംഭവിക്കുന്ന പാപങ്ങളിൽ നിന്ന് കണ്ണും നാവും സൂക്ഷിക്കുക. മനുഷ്യർ കുടുങ്ങുന്ന 2 സംഭവങ്ങളാണ്. വായിൽ നിന്ന് എന്തെങ്കിലും വന്നു പോവുക, അത് പ്രൊവോക്ക് ചെയ്യാനായിട്ട് ആളുകൾ എന്തെങ്കിലും വന്നിട്ട് പിശാചിന്റെ രൂപത്തിൽ വരും, എന്തെങ്കിലും പറയും, നമ്മൾ പറയും, കുടുങ്ങും. അതേപോലെ തന്നെ കാണാൻ പാടില്ലാത്തതൊക്കെ നമ്മുടെ സ്ക്രീനിലൂടെ മിന്നിമറയും, മുന്നിലൂടെ കടന്നു പോകും. ഇത് 2 സൂക്ഷിക്കുക. ഇനി റമദാനിൽ ഉംറ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത് പ്രതിഫലം ലഭിക്കും. ഇനി മറ്റൊന്ന് റമദാനിലെ തൗബയാണ്. കഴിഞ്ഞു പോയ പാപങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ അടുത്ത് വിശദമായി എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള, അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള പാപങ്ങൾ മുഴുവനും പുറത്തു തരണമേ അള്ളാഹുവേ എന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയിൽ നമ്മുടെ സഹോദരന്മാരെയും, മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, ഉറ്റവർ, ഉടയവർ, നമ്മെ സ്നേഹിച്ചവർ, ഇഷ്ടപ്പെട്ടവർ എല്ലാവരെയും ഉൾപ്പെടുത്തണം. ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തണം. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ ലോകത്ത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 2026. ഇതിനും എത്രയോ വർഷങ്ങൾ, എത്രയോ സംവത്സരങ്ങളിൽ മനുഷ്യരിവിടെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അതിന്റെ കണക്ക് നമുക്കറിയില്ല. ഇനി വരാൻ പോകുന്ന എത്രയോ വർഷങ്ങളുണ്ട്. ഈ 2 കൂട്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണ്? അള്ളാഹുമ്മ, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുമ്മ ഔഫറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്, മരിച്ചുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും മുഅ്മിനുകളും മുഅ്മിനാത്തുകളും എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മില്യൺ അല്ല ട്രില്യൺ അല്ല, അത്രയും ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും. അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇസ്തിഗ്ഫാർ നമ്മൾ മറന്നു പോകരുത്. പരിശുദ്ധ റസൂല് പറഞ്ഞിട്ട് റമദാനിന്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെതാണ്, 2-മത്തേത് മഗ്ഫിറത്തിൻ്റെതാണ്, 3-മത്തേത് ഇത്ഖു മിനന്നാർ നരകവിമോചനത്തിൻ്റെതാണ്. അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിലെല്ലാം ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇനി റമദാനിൽ അത്താഴത്തിന് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെയുണ്ട്. അത്താഴം പരമാവധി വൈകി കഴിക്കണം. ഈത്തപ്പഴം കൊണ്ട് തുടങ്ങണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസിക്ക് അത്താഴ സമയത്ത് ഈത്തപ്പഴം വളരെ നല്ലതാണ്. ഇനി എളുപ്പം ദഹിക്കുന്ന ലഘുവായ ഭക്ഷണം കഴിക്കുക. വറുത്തതും പൊരിച്ചതൊക്കെ ഒഴിവാക്കണം. ബിരിയാണി അടിച്ച് കുത്തി കയറ്റരുത്. കാരണം പിന്നീട് രാവിലെ ആകുമ്പോൾ അതിൻ്റെ ഗ്യാസ് മറ്റു പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയും അതൊക്കെ ഉണ്ടാവും. ഇനി ധാരാളം വെള്ളം കുടിക്കണം. ഗോതമ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തും.
ഇത് അത്താഴത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ഡോക്ടർമാരൊക്കെ ഉണ്ട്, അവർ നിങ്ങൾക്ക് വീട്ടിൽ ക്ലാസ് എടുക്കും ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റമദാനിൽ എങ്ങനെയാണ് ഖത്തം തീർക്കുക എന്നുള്ളതാണ്. എല്ലാവരും നെയ്യത്ത് ചെയ്യുക, ഒരു ഖത്തമെങ്കിലും മിനിമം ഈ റമദാന് ഞാൻ ഓതി തീർക്കും. ഈ ഖത്തം ഓതി തീർക്കുക എന്ന് പറയുമ്പോൾ ഖുർആൻ ഓതാൻ അറിയാവുന്നവർ അത് ഓതി തീർക്കുക, ബാക്കി സ്ഥിരമായി ഓതുന്നവർ അതിന്റെ അർത്ഥം കൂടുതൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇനി ഒരു ഖത്തം തീർക്കണം എന്നുള്ളവർ എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും 4 പേജ് അല്ലെങ്കിൽ ദിവസം 20 പേജ് വീതം ഓതുക. സുബൈക്ക് ശേഷം അല്ലെങ്കിൽ മുമ്പ് 4 പേജ്, ളുഹറിന് മുമ്പ്, അതായത് ഓരോ നമസ്കാരത്തിന്റെ മുമ്പോ ശേഷമോ 4 പേജ് വീതം ഓതുകയും, അതല്ല എങ്കിൽ ഒരു ദിവസം 20 പേജ് വരെങ്കിൽ റമദാൻ 30-നോടുകൂടി ഒരു ഖത്തം തീരും. ഇനി 2 ഖത്തം തീർക്കണം എന്നുള്ളവർ എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷം 8 പേജ് അല്ലെങ്കിൽ ഒരു ദിവസം 40 പേജ് ഓതുക. ഇനി 3 ഖത്തം തീർക്കണം എന്നുള്ളവർ എല്ലാ നമസ്കാരത്തിന് ശേഷവും 12 പേജ് അല്ലെങ്കിൽ ഒരു ദിവസം 60 പേജെങ്കിലും ഓതി തീർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മൾ പറഞ്ഞു. റയ്യാൻ ഇനി കുറെ കാര്യങ്ങൾ ഞാൻ സമയത്തിന്റെ ഇതുകൊണ്ട് അവസാനിപ്പിക്കാണ്. 2 കാര്യങ്ങളും കൂടി. ഈ 2 കാര്യങ്ങളും നടക്കാൻ പോകുന്നത് ഇവിടെയല്ല, മഹ്ശറയിലാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് നമ്മൾ സാധാരണ വെള്ളിയാഴ്ച സുബഹിയുടെ ജമാഅത്തിന് ഓതുന്ന ഒരു സൂറത്താണ് സൂറത്ത് സജദ. ഇവിടെ അങ്ങനെ ഓതാറില്ല. നമ്മുടെ നാട്ടിൽ സുന്നത്തിനോട് കൂടുതൽ പ്രാമുഖ്യം കാണിക്കുന്ന ഒരു ജീവിതാന്തരീക്ഷത്തിൽ സുബഹി നമസ്കാരത്തിൽ വെള്ളിയാഴ്ചയിൽ ഓതുന്ന ഒരു സൂറത്താണ് സൂറത്ത് സജദ. ആ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ അതിലൊരു 11-ാമത്തെയും 12-ാമത്തെ ആയത്തുകൾ നമ്മുടെ ഈ വിഷയവുമായി വളരെ ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ കണ്ണും കാതും കൂർപ്പിച്ച് കേൾക്കേണ്ട 2 ആയത്തുകളാണ്. അതില് സൂറത്ത് സജദയിലെ 11-ാമത്തെ ആയത്ത്, കുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നബിയെ പറയുക, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്, പിന്നീട് നിങ്ങളുടെ രക്ഷിതാവിലേക്ക് മടക്കപ്പെടുന്നതുമാണ്. മരണമെന്നുള്ളത് സത്യമാണ്. ആ സത്യം നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഏറ്റെടുക്കപ്പെട്ട മലക്കുകൾ വന്ന് ഒരു ദിവസം വരൂ പോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹുലേക്ക് മടക്കപ്പെടും. ഇനിയോ വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. അങ്ങനെ മരിക്കുന്ന ആ സന്ദർഭത്തിൽ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ കുറ്റവാളികൾ തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ തല താഴ്ത്തിക്കൊണ്ട്, ഞങ്ങളുടെ രക്ഷിതാവേ, അള്ളാഹുവേ, ഞങ്ങളിതാ അള്ളാഹുവിന്റെ റസൂല് ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഒരവസരം ഒന്ന് ഞങ്ങളെ തിരിച്ചയക്കണമേ. നാളെ മഹ്ശറയിൽ പറയുന്നൊരു കാര്യം ഇന്ന് അള്ളാഹു റസൂലും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തെന്ന്? ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പതാ സത്യമായി പുലർന്നിരിക്കുന്നു, ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ കേൾക്കുന്നു. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കണമേ, ഞങ്ങളെ തിരിച്ചയക്കണമേ. അങ്ങനെ തിരിച്ചയച്ചാൽ ഞങ്ങൾ നല്ലത് പ്രവർത്തിച്ചു കൊള്ളാം. ഇവിടെ ഇത്രയും സൗകര്യങ്ങളും സന്ദർഭങ്ങളും റമദാനും എല്ലാം വന്നിട്ട് പള്ളിയിലോ നോമ്പോ പിടിക്കാതെ ഇതെല്ലാം കഴിഞ്ഞ് മരണത്തിന്റെ മാലാകമാര് വന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഒന്ന് ഞങ്ങളും തിരിച്ചയക്കണം. അപ്പോഴോ ഞങ്ങളെല്ലാം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. തീർച്ചയായും ഞങ്ങൾക്കിപ്പോ ബോധ്യമായി, ദൃഢവിശ്വാസമുള്ളവരായി എന്ന് പറയുന്ന സന്ദർഭം നീ കാണുകയാണെങ്കിൽ, എന്നിട്ട് അള്ളാഹു പറയാണ്, ഭയങ്കര ഒരു കാഴ്ചയായിരിക്കും അത്. എന്താ രസം! ഖുർആൻ പഠിക്കുമ്പോൾ ഈ മഹ്ശറയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സത്യവിശ്വാസികളല്ലാത്ത ആളുകൾ ഇവിടെ കിടന്ന് അറമാദിക്കുമ്പോൾ ഇവരൊക്കെ നാളെ വന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കിടന്ന് കരയുന്ന കാഴ്ച പറയുകയാണ്. ഒന്നും കൂടി ഒന്ന് ഞങ്ങളെ ഭൂമിയിലേക്ക് അഴക്കണമേ എന്ന് പറയുന്ന സുന്ദരമായ കാഴ്ച സത്യവിശ്വാസികളെ നിങ്ങൾ കാണും. അങ്ങനെയുള്ള ദൗർഭാഗ്യന്മാരെ അള്ളാഹുവിന്റെ അടുക്ക് പറയും, പടച്ചോനെ, ഒന്ന് ഞങ്ങളൊന്ന് അഴിച്ചേക്കണേ. ഞങ്ങൾ എല്ലാം കണ്ടു
ബോധ്യപ്പെട്ടു, ഞങ്ങൾ നീ പറയുന്നത് പോലെയൊക്കെ ചെയ്തു കൊള്ളാം. നടക്കൂ? ഇല്ല. എന്നിട്ട് അടുത്തൊരു സൂറത്തുൽ ഹാക്കയിൽ ഉള്ളൊരായത്ത് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ. വേറൊരു കൂട്ടർ വരും, അവർക്കെന്താ പ്രത്യേകത? വലത് കൈയിൽ തന്റെ രേഖ നൽകപ്പെട്ടവൻ പറയും, ഇതാ എന്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ. സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇവിടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച, നോമ്പ് അനുഷ്ഠിച്ച, തറാവീഹ് നമസ്കരിച്ച, സദക്ക ചെയ്ത, ഉംറ ചെയ്ത, ഹജ്ജ് ചെയ്ത, സൽക്കർമ്മങ്ങളിലൂടെ ജീവിതം പാകപ്പെടുത്തിയ ആ മനുഷ്യൻ വന്നിട്ട് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് അവന്റെ വലത് കൈയിൽ ഗ്രന്ഥം കിട്ടുമ്പോൾ പറയും, എനിക്ക് കിതാബ് കിട്ടി, ഇതൊന്ന് വായിച്ചു നോക്കുന്നു. നമ്മുടെ അടുത്തൊക്കെ ഓടി വരും. നമ്മൾ റാങ്ക് കിട്ടിയ ആളുകൾ അല്ലെങ്കിൽ ഉന്നതമായ വിജയം കിട്ടിയവര് ഭയങ്കര സന്തോഷം കൊണ്ട് അടുത്ത വീടുകളിൽ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരടുത്ത് അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ പത്രങ്ങളിലൊക്കെ വരുന്നതിനേക്കാൾ സന്തോഷത്തിൽ ഈ വലത് കൈയിൽ ഗ്രന്ഥം കിട്ടിയവർ, ഇതണ്ടാ എനിക്ക് എന്റെ ഗ്രന്ഥം കിട്ടി, ഇതൊന്ന് വായിച്ചു നോക്കൂ, ഇതൊന്ന് വായിച്ചു നോക്കൂ. ഖുർആൻ പറഞ്ഞാണ്, നമ്മൾ നമ്മുടെ മനസ്സിലത് കാണണം. നാളെ മഹ്ശറയിൽ നമ്മുടെ വലത് കൈയിൽ ഗ്രന്ഥം കിട്ടുമ്പോൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് സന്തോഷത്തോടെ പറയുന്നു, എന്റെ കിതാബ് കിട്ടി, ഇതൊന്ന് വായിച്ചു നോക്ക്, എനിക്ക് സ്വർഗത്തിൽ ഇന്ന ഇന്ന ഇതൊക്കെ കിട്ടി, ഞാൻ നോമ്പ് അനുഷ്ഠിച്ചതിന് ഇന്ന പ്രതിഫലങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പറയും, എന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കൂ. ഇന്നി വലന്തു അന്നി മുലാക്കിൻ ഹിസാബിയ. അവൻ പറയുകയാണ്, തീർച്ചയായും എനിക്കറിയാമായിരുന്നു ഞാൻ എന്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്നും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കഠിനമായ ശിക്ഷയുണ്ടെന്നും അതിലേക്കാളും ഉപരിയായ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിൻ്റെതുമായ ഒരു സ്വർഗമുണ്ട് എന്നും ഞാൻ കരുതിയിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തു. ആ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമായിട്ട് എനിക്കിതാ സ്വർഗം ലഭിച്ചിരിക്കുന്നു. ആ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിക്കൂ വായിക്കൂ എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ഓടി നടക്കുന്നിട്ടും പറയാണ്, ഫഹുവ ഫീ ഈശത്തിൻ റാദിയ. അതിനാൽ അവൻ തൃപ്തികരമായ ജീവിതത്തിലാകുന്നു. ഇതിലേത് കൂട്ടരാകാനാണ് നാം പരിശ്രമിക്കേണ്ടത്? ഏത് കൂട്ടരാകാനാണ് പരിശ്രമിക്കേണ്ടത്? ആദ്യം പറഞ്ഞവരാണോ അതിപ്പോ പറഞ്ഞതാണോ? ഇപ്പൊ പറഞ്ഞവരാണോ? ആണോ? അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ഒരു ബോധം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് വിജയിച്ചു. നമ്മുടെ അഹ്ലൻ റമദാനിലെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. എല്ലാവർക്കും അള്ളാഹു അത്തരം ആളുകൾ ഉൾപ്പെടാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ഏറ്റവും വിശുദ്ധമായ പരിശുദ്ധ റമദാനിനെ അങ്ങേറ്റത്തെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കാത്തിരുന്ന് പ്രതീക്ഷിച്ചിരുന്ന് അതിലെ പൂർണ്ണമായ സൽക്കർമ്മങ്ങൾ ചെയ്ത് സന്തോഷത്തോടുകൂടി തിരിച്ചുവിടുവാൻ കഴിയുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, ദോഷങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ, അറിഞ്ഞതാവട്ടെ അറിയാത്തതാവട്ടെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബുനാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ശാന്തിയും സമാധാനവും നൽകണമേ തമ്പുരാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ ഹിദായത്തിൽ ഇസ്തിഖാമത്ത് നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, നാം ജീവിക്കുന്ന ഈ നാട്ടിലും ജനിച്ചു വളർന്ന നാട്ടിലും നമ്മൾക്ക് അള്ളാഹുവെ അങ്ങേയറ്റത്തെ അനുഗ്രഹങ്ങൾ ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, ലോകത്തെ എല്ലാ മനുഷ്യർക്കും നീ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, നമ്മളെ സ്നേഹിച്ചവർ, ഇഷ്ടപ്പെട്ടവർ, സഹായിച്ചവർ എല്ലാവർക്കും നീ കരുണ ചെയ്യണമേ, അനുഗ്രഹങ്ങൾ നൽകണമേ. അള്ളാഹുവെ, മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل ونعوذ بك من النار وما يقرب إليها من قول وعمل. اللهم اصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا. ربنا اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال.
وصلى الله على خير خلقه محمد صلى الله عليه وسلم. سبحان ربك رب العزة عما يصفون وسلام المرسلين والحمد لله رب العالمين.